ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ചേട്ടൻ പോകുമ്പോഴേക്കും 2 വീഡിയോ എങ്കിലും എടുത്ത് ഇതിൽ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എടുത്ത് ഇട്ടതാ കേട്ടോ. ചേട്ടൻ 25-ാം തീയതി പോയി. പക്ഷേ ഈ വീഡിയോ എന്തായാലും എനിക്ക് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മകൾ അടുത്ത കൊല്ലം വരെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് വാഴാലിക്കാവ് അമ്പലമാണ്. നിങ്ങൾ വന്നിട്ടില്ലേ ഒന്ന് വന്ന് നോക്ക്, നല്ല രസമാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ അമ്പലത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ വേസ്റ്റ് ഇങ്ങനെ, അത് മുന്നത്തെ ആൾക്കാരുടെയാണ്, പുല്ലും അതും ഇതൊക്കെ ആയിട്ട് നിറച്ച് ഒരു വൃത്തിയായിട്ട സ്മെല്ലും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി ആൾക്കാരെ അന്വേഷിക്കാൻ തുടങ്ങി. ചേട്ടൻ പോണതിന് മുന്നേ ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ മനുചേട്ടൻ വിളിച്ചിട്ട് 2 പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അമ്പലം പോക്ക് ക്യാൻസലായി എന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവർ പെട്ടെന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അവർ പോയി. അപ്പം ഞങ്ങൾ ആ ഗ്യാപ്പിലൊന്ന് ഇറങ്ങിയതാ. എങ്ങനെയെങ്കിലും ഒന്ന് അമ്പലത്തേക്ക് പോകണം, ചേട്ടനെയും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. കാരണം നമ്മളധികം പോയിട്ടില്ല. ഗുരുവായൂർക്ക് പോകണമെന്ന് ഞാനും ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടി പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ക്യാൻസലായി പോയിട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ ഇങ്ങനെ ഇറങ്ങി, എന്തെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ഒരു അമ്പലത്തേക്ക് എത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇവിടെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 2-3 കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടുകിടന്നു, വാഴാലിക്കാവ് അമ്പലം തന്നെ. ഇതാണല്ലോ ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവിടുത്തെ ഞാനും കാണിച്ചു തന്നുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കാലൊക്കെ വെച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ സ്റ്റെപ്പിൽ മുഴുവൻ വെള്ളവും നനവും കാരണം എനിക്ക് പേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അമ്പലത്തേക്ക് കയറിയില്ല. അപ്പം എൻ്റെ ചേട്ടൻ എവിടെയാണെന്നല്ലേ ചോദിക്കണത്. ചേട്ടത് ആ ഒരു അറ്റത്ത് ഞങ്ങളെ വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ വെള്ളത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ചേട്ടൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പൂട്ടൊക്കെ ഇറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പരമാവധി എൻ്റെ ഫോൺ എടുക്കില്ല. എന്തെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഫോണിൽ അങ്ങോട്ട് വീഡിയോ എടുക്കും. അതാണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. അപ്പോൾ ചേട്ടനോട് ഞാൻ ആ വീഡിയോസും പിന്നെ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് വേറെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി എനിക്ക് അയക്കാൻ പറഞ്ഞപ്പോൾ എയർ ഡ്രോപ്പ് വഴിയാകുമ്പോൾ ക്വാളിറ്റി കുറയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എയർ ഡ്രോപ്പ് ഓൺ ചെയ്യാൻ പറയാം കേട്ടോ. അത് നീരവ് ഒരു സൈഡിലിരുന്ന് കഴിച്ചു വരുന്നു. അതാണ് ടേബിളുമ്പോൾ കാണുന്നത്. ഉപ്പുമാവൊക്കെ പോയിക്കണു. ഉപ്പുമാവും പഴമൊക്കെ കൂടി. ചേട്ടധികം കഴിച്ചിട്ടില്ല, നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതായിരിക്കാം. ഞാനെന്തായാലും എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇരുന്ന് കഴിച്ചു. സ്കൂളിൽ വിടാൻ പൂലിയ പോവാൻ പോവും അങ്ങനെ. വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണേ. അപ്പം ഞാൻ ഇവനെ സ്കൂളിലേക്ക് വിട്ടില്ല. ഞാൻ മാമിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവനെ വിടണില്ല, അവൻ്റെ അച്ഛൻ നാളെ പോവുക, ഒരു ദിവസം കൂടിയല്ലേ ഇനിയുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടൻ പോവണ സമയത്താണ് എനിക്ക് കൂടുതൽ വിഷമം. എന്നാലും 2 ദിവസം മുന്നേ എനിക്ക് ഇങ്ങനെ എന്തോ പണിയെടുക്കുമ്പോൾ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടം വന്നു. അയ്യോ ചേട്ടൻ പോവല്ലേ. എപ്പോഴും ഇല്ല, എന്നാൽ ചില സമയത്ത് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്ത് ചെയ്യും, എന്തപ്പോൾ ചെയ്യുക, ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വലിയൊരു കാര്യമാണ് ചേട്ടൻ തലയിലിട്ട് കൊടുത്തേക്കണേ, ലോണ്. ഇനിയിപ്പോൾ അതൊക്കെ തീർന്നിട്ട് വേണം ഇനി സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ. അതുവരെ ബുദ്ധിമുട്ടൊക്കെ തന്നെയാവും കേട്ടോ. അങ്ങനെ പിന്നെ ഈ നാട്ടിൽ ജോലി ചെയ്തിട്ട് വലിയ ഗുണമൊന്നുമില്ല. ശമ്പളവും കാര്യങ്ങളൊക്കെ കണക്കാണ്. അതാണ് പിന്നെ ചേട്ടാ അവിടെ ജോലി ചെയ്യണം കേട്ടോ. നീരവേ അവന് ഒരു ഗ്യാരേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അരുൺ സ്മോക്കി മാമൻ്റെ പോലെ അവനും ഒരു ഗ്യാരേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയോ വെള്ളമൊക്കെ ഒഴിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ടീപ്പോയ്മ വെച്ചിട്ട് അവൻ ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കടലാസിൻ്റെ ബോക്സ് ആണല്ലോ, അത് നനഞ്ഞിട്ട് അവിടേക്ക് ആക്കണ്ട, പുറത്ത് പോയിരുന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിലത്തെ പണികളൊക്കെ തീർത്തു. സൈഡിൽ ഈ കുറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്, ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സമാധാനമൊക്കെ ഇടും. അയ്യോ ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇരുന്ന് കൊടുക്കുക. നാളെ പുലർച്ചെയാണ് പോണത്. 3 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. 8:30 ഇവിടെ നിന്ന് ഫ്ലൈറ്റ്, അതായത് കൊച്ചിയിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ചേട്ടൻ പുലർച്ചെ പോവും. അപ്പോൾ ഇന്ന് രാത്രി വരെ ഉള്ളൂ, അതാണ് സത്യം. അപ്പോൾ അപ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ തീറ്റിപ്പിക്കുക. ഞാനും തിന്നുന്നുണ്ട്, ചേട്ടനും കഴിക്കുന്നുണ്ട്. നെല്ലിക്ക് ഉപ്പിലിട്ടതാണ് കേട്ടോ ആദ്യത്തെ. നീരവ് കഴിക്കില്ല കേട്ടോ, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഇത് ആ ഉപ്പ് വെള്ളമില്ലേ, ഈശ്വര ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വായിൽ ഇങ്ങനെ വെള്ളം നിറയെ സംസാരിക്കാൻ പറ്റണില്ല. അത്രയധികം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെള്ളമില്ലേ, ഉപ്പിലിട്ട വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അതൊക്കെ ഇരുന്ന് കുടിച്ചു. നീരവിനും പിന്നെ ഈ സംഭവങ്ങളേ ഇഷ്ടമില്ല. അത് കഴിഞ്ഞിട്ട് ഡയറി മിൽക്ക് അച്ഛനും മോനും കൂടി പുറത്ത് പോയപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുറേ സാധനങ്ങൾ കഴിഞ്ഞല്ലോ അത് പോണേൻ്റെ തലേ ദിവസം ഇങ്ങനെ കുറേ സാധനങ്ങൾ അവന് മേടിച്ചു കൊടുത്തു. അതേപോലെ ഇപ്പോഴും മേടിച്ചു കേട്ടോ. അടുത്ത ഡയറി മിൽക്ക് എടുത്തു കൊണ്ടൊന്ന് കഴിക്കുക. അച്ഛനും മോനും ഭയങ്കര ഗെയിം കളിയാണ് കേട്ടോ. ഞാനതിങ്ങനെ നോക്കിയിട്ടുള്ള ചോക്ലേറ്റൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചില്ല. ഇങ്ങനെയാണ് നോക്കുക. നോക്കട്ടെ ചേട്ടാ അച്ഛൻ്റെ ഫോൺ എടുക്കുമോ? അതിൻ്റെ ഇടയിലാണ് ആമസോണിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സാധനം, അതാണ് ഈ കുറച്ച് ഇത് ഉദ്ദേശിച്ച്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ വിളിച്ചത് കേട്ടോ. മത്തങ്ങയും പയറും കൂടി എലിശ്ശേരി വെച്ചിട്ടുണ്ട്, ബീൻസ് ഉപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ ഉണക്ക സ്രാവ് വറുത്തിട്ടുണ്ട്, പിന്നെ ചെമ്മീൻ ചമ്മന്തി, ചെമ്മീനും തേങ്ങയൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് അങ്ങനത്തെ ഒരു ചമ്മന്തി. അതങ്ങനെ വിളമ്പി വെച്ചപ്പോൾ ചേട്ടൻ ചെയ്ത് പൊട്ടിച്ചിട്ട് കഴിക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെ വിളമ്പി വയ്ക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഭക്ഷണം ഒരിക്കലും നമ്മളെ കാത്തിരിക്കരുത് എന്ന് പറയാറില്ലേ, നമ്മൾ വേണം ഭക്ഷണത്തെ കാത്തിരിക്കുക. എന്തായാലും ചേട്ടൻ പറഞ്ഞതല്ല, ഞാൻ ചേട്ടൻ്റെ കൂടെ കൂടി. ഇത് കാർപ്പറ്റാണ് കേട്ടോ. ജെമിനിയിലാണ് ചേട്ടൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അപ്പം ജെമിനി ചേച്ചി കാർപ്പറ്റ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. നിങ്ങൾ വീട് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക മോഡിഫിക്കേഷനോ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചോദിച്ചാൽ മതി ജെമിനിനോട്. അത് കാർപ്പറ്റ് വിട്ടിട്ടുള്ള കളിയില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങനെ ഓരോ വീഡിയോ ഏതൊരു ഫോട്ടോ കാണിച്ചു കൊടുത്താലും അതിൽ കാർപ്പറ്റ് വെച്ച് അടിപൊളിയാക്കി തരും. അപ്പോൾ ചേട്ടൻ ആ ഒരു ഇത് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം മേടിച്ചേക്കണത്. പിന്നെ ഒരു സൺഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. പോകുമ്പോഴേക്കും കുറേ സാധനങ്ങൾ കോസ്റ്റ്ലി സാധനങ്ങളൊക്കെ മേടിച്ച് കണ്ടിട്ട് ഞാനിങ്ങനെ കുശുമ്പും മൂത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, സൺഗ്ലാസ് അത് ഇതൊക്കെ ഷൂവും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുന്നേ. അതും നല്ല വിലയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയായിരുന്നു, ഞാനും ഇങ്ങനത്തെ ഓരോന്നിനും മേടിക്കാൻ പോവാന്നൊക്കെ പറയായിരുന്നു. ഞാൻ ജോലിക്ക് പോയിട്ടില്ല, ചേട്ടൻ്റെ പൈസ കൊണ്ടാണ് മേടിക്കണത്. പക്ഷേ ചേട്ടൻ പണിക്ക് പോയി ചേട്ടൻ്റെ പൈസ കൊണ്ടാണ് മേടിക്കണത്. അങ്ങനെ 2 വ്യത്യാസമുണ്ട്. ചേട്ടൻ എന്ത് മേടിക്കാൻ, ചേട്ടനാണല്ലോ അധ്വാനിക്കണത്. ഞാൻ ഇവിടെ നിന്നിട്ട് പാചകം അടിക്കാൻ മാത്രമല്ല എൻ്റെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ കാർപ്പറ്റ് വലിയ ഗ്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് ഡെലിവേർഡ് ആവണില്ല. ഞാൻ കുറേ സാധനങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്കെ അവർ ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ ഡെലിവേർഡ് ഇങ്ങനെ ഷെഡ്യൂൾ മാറ്റി ഇടുക. അപ്പം ഞാൻ ഇതെന്താവും വിചാരിച്ചു. ഇപ്പം അടുത്ത് നൗഷിതാത്ത് ഇതേപോലെ പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് വിചാരിച്ചതാ. ഓർഡർ ചെയ്തിട്ട് പിന്നെ വന്നില്ല അതൊക്കെ പറഞ്ഞു കൊടുത്തു. തന്നു കേട്ടോ, വേറെ ഗിഫ്റ്റ് എന്നിട്ട് മേടിച്ച് തരിക ചെയ്തേട്ടോ. കുറച്ച് ദിവസം മുന്നേ എനിക്ക് വന്നിട്ട് തരുകയൊക്കെ ചെയ്തു. അന്ന് തരാൻ പറ്റിയില്ല പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെയാന്ന് പറയാം. ഫ്ലിപ്കാർട്ട് ഇപ്പോൾ എന്തോ സ്റ്റാഫിൻ്റെ കുറവാണ്, എന്താണെന്നറിയില്ല, ഒന്നും പ്രോഡക്ട്സ് കിട്ടണില്ല. അപ്പം ഞങ്ങളിപ്പോൾ മീഷോന് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ അതേപോലെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അന്ന് ബെഡ്ഷീറ്റ് കിട്ടാണ്ട് ഞാൻ എന്നിട്ട് കടയിൽ പോയിട്ട് ഒരു ലോക്കൽ സാധനം മേടിച്ചേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, ഒരു ലോക്കൽ സാധനം അവിടെ വിരിച്ചിടുക ചെയ്തത്. ഒറ്റയ്ക്ക് ചോറിനാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്നെ നോക്കിയിരിക്കുന്നു. ഞാൻ മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കി, 2 ഉരുളെങ്കിലും കഴിക്കാൻ. അങ്ങനെ കഷ്ടപ്പെട്ട് കഴിച്ച് പിന്നെ ഞാൻ വാരി കൊടുത്തു. പിന്നെ ഉണ്ടടാ പൈനാപ്പിളും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് കഴിച്ചു. എപ്പോഴും ഫുഡ് അടി തന്നെ, ഇന്നത്തെ ദിവസം മുഴുവൻ തീറ്റ. നല്ലൊരു രസം ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ചേട്ടനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജ്യൂസ് അടിക്കാൻ വേണ്ടി മേടിച്ചാൽ പൈനാപ്പിൾ. അപ്പോൾ ചേട്ടനത് കാണിച്ചു കൊടുത്തപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് മേടിച്ചു.
ഇനി പോവാനുള്ള സാധനങ്ങൾ മേടിക്കാറങ്ങി. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടന്. പക്ഷെ അത് വായ വയ്ക്കുക കൊള്ളിലായിരുന്നു, ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ നാണക്കേട്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടനെ അവിടെ ചെല്ലുമ്പോൾ മോശമല്ലേ. അപ്പം ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കി പഠിക്കണം, ഇത് ശീലാക്കരുത്. കാരണം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ നമ്മുടെ ഭർത്താവിന്. ഇതൊക്കെ പൊട്ട ശീല. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചേട്ടൻ പുറത്തുനിന്നാണ് കേട്ടോ മിച്ചറും സ്നാക്സൊക്കെ കൊണ്ടുപോയത്. പക്ഷെ ഞാൻ ഇതൊക്കെ മാറ്റേണ്ട, ഈ സ്വഭാവം മാറ്റും, ഞാൻ നല്ല സാധനങ്ങൾ കൊടുത്തു വിടണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ കേട്ടോ. എന്തായാലും ഇങ്ങനെ പോട്ടെ. ഈ പ്രാവശ്യം തീരെ സമയം കിട്ടിയിട്ടില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഇടയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി ശരിയാക്കണം. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, പിന്നെ നമ്മുടെ ആ വേസ്റ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ, അതിലേക്കിടാൻ മറ്റേ ഇത്തിളോ അങ്ങനത്തെ ഒരു സാധനം അച്ഛൻ മേടിക്കാൻ പറഞ്ഞു. അതിട്ട് കഴിഞ്ഞാൽ അതിലത്തെ പുഴു ശല്യമൊക്കെ ഉണ്ട്, ടൈല് ഭയങ്കര പുഴുവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പൂന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ മേടിച്ചു. അത് കഴിഞ്ഞ് നീരവിന് ഷൂ ഇല്ലേ സ്കൂളിൽ ഇടാൻ. ബുധനാഴ്ച ദിവസം ഫുൾ വൈറ്റ് ആണല്ലോ. അപ്പോൾ വൈറ്റ് ഷൂ എന്ന് പറഞ്ഞാൽ കേടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് നേരെ രഞ്ജനേച്ചിയോടും മിനി ആൻറ്റിയോടും ഒക്കെ ഞങ്ങൾ യാത്ര പറയാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഗേറ്റ് അടവ്, എനിക്ക് ഗേറ്റ് അടവ് കൂടെ വരാൻ തീരെ താല്പര്യമില്ല. ഞാൻ നീരവും ചേട്ടനെ ചീത്ത പറയായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾക്ക് അപ്പുറത്തെ വഴി മതിയായിരുന്നു, ഈ ചേട്ടൻ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് പോസ്റ്റാക്കി എടുത്തൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിയേണ്ടിയായിരുന്നു ഞാനും നീരവും കൂടി. ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി മേല് കഴുകി വിളക്കൊക്കെ വെച്ച് പിന്നെ ഞാൻ എന്താ തയ്ക്കായിരുന്നു. എൻ്റെ ഉള്ള കുറച്ച് ഷോർട്ട്സില്ലേ സംഭവങ്ങളും പിന്നെ കുറച്ച് പുതിയ നമ്മുടെ ഇവിടെ ചെറുത്തുരുത്തിയിൽ തിരുപ്പൂർ കോട്ടൺ ഉണ്ട് കേട്ടോ. അവിടെ അടിപൊളി പാൻറ്റുകളും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, വലിയ വിലയുമില്ല. അപ്പോൾ ഇവനൊക്കെ ഇപ്പോൾ ട്രൗസറൊക്കെ എടുക്കുക അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും 3-4 കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ജീൻസും, ജോലിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി പാൻറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു കൂടി അവിടെ നിന്ന് സൂപ്പർ പാൻറ്റൊക്കെ കിട്ടി, നല്ല മെറ്റീരിയലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവിടെ നിന്ന് തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ അരിയൊക്കെ അടിച്ചു, കാരണം അതിൻ്റെ സ്റ്റിച്ചിങ് എന്തെങ്കിലും വിടണ്ട വിചാരിച്ചിട്ട്. എൻ്റെ മിഷൻ ഈ പറഞ്ഞ പോലെ ശോകമാണ് കേട്ടോ. അതിൽ സ്റ്റിച്ചിങ് പിടിച്ചില്ലേന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എല്ലാം ഇരുന്ന് കുത്തിയിരുന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കലായിട്ടോ. ഈ സമയത്ത് ഇനി എന്താ പറയുക, സന്തോഷമില്ല എന്നെന്തോ എന്താണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ പൊതുവേ ഇപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് കരയണം തോന്നിയാലും കരച്ചിൽ വരില്ല കേട്ടോ. പക്ഷേ ആകെ കരയ സനേഷേട്ടൻ പോകുമ്പോൾ മാത്രം അതെനിക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റുക. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പക്ഷേ അത് ഞാൻ ചേട്ടൻ്റെ മുന്നിൽ അങ്ങനെ കാണിക്കൊന്നുമില്ല. ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടി എന്താ പറയുക, ഒരു വിഷമം തന്നെയാണ്. ഇപ്പോഴുള്ള സ്വഭാവം ഞാൻ എത്ര വിചാരിച്ചാലും എനിക്ക് കരയാൻ പറ്റില്ല. അതെന്താ എല്ലാവർക്കും അങ്ങനെയാണോ? എനിക്കങ്ങനെയാണ് കേട്ടോ. എന്താ പറയുക, ഉള്ള കാലത്ത് നല്ലോണം കള്ളത്തരം കാണിച്ച് പണ്ടൊക്കെ ഉണ്ടല്ലോ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് ആ പ്രായത്തിൽ ചേട്ടൻ അടുത്തിൽ കൂടെ പോയി ആ തല്ലി എന്ന് പറഞ്ഞ് നുണയും പറഞ്ഞ് ചേട്ടനെ 2 ചീത്ത കേൾപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കള്ളക്കരച്ചിൽ കരച്ച് കിടന്ന് അന്ന് എന്ത് മാതിരിയാ കണ്ണീര് വന്നു കിടന്ന്. ഇപ്പം നോക്ക് ആവശ്യത്തിന് പോലും ഒരു കണ്ണുനീര് അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ പിന്നെ നീരവനും ഇഷ്ടമില്ല കേട്ടോ ഞാൻ കരയണത്. അവൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ അവൻ്റെ മുന്നിൽ അങ്ങനെ ഇരുന്ന് കരയാടുമില്ല കേട്ടോ. ഇപ്പം അതിനുള്ള കാരണങ്ങളും ഇല്ല. മെയിനായിട്ട് ആകെയുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ പോകുമ്പോഴാണ്. മറ്റേ സിനിമയിൽ അച്ഛ പോവല്ലേ പറഞ്ഞ് നിന്ന് കഴിഞ്ഞ് ചേട്ടൻ കേൾക്കും, അതുകൊണ്ട് മിണ്ടാണ്ട് ഒരു മുക്കിലിരുന്ന് കരയാൻ പാകമുള്ളൂ. അപ്പോൾ ചേട്ടത്താ എല്ലാം ഒതുക്കി വെക്കലൊക്കെ തന്നെയാണ്. ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതും ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. ചേട്ടന് കുറച്ച് ടീഷർട്ടും ഒക്കെ വേണ്ടാന്നല്ല എന്നോട് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കുണ്ടല്ലോ ഈ കുടുക്ക് പോലെ കഴുത്ത് കിടക്കില്ലേ റൗണ്ട്, അങ്ങനത്തെ ടീഷർട്ട് ഇഷ്ടമല്ല, എനിക്ക് ശ്വാസം മുട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ചേട്ടൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബക്കറ്റ് പെടുത്തിരിക്കണം എന്തിനാണെന്നറിയോ, നമ്മുടെ വെയിറ്റ് നോക്കണ മെഷീനില്ലേ അതുമ്മ ബക്കറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സംഭവമില്ലേ ട്രോളി അത് വെച്ചിട്ട് വെയിറ്റ് നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വെയിറ്റ് നോക്കണ മെഷീനിൽ ബാറ്ററി മാറ്റാറായി, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. ചേട്ടൻ പിടിച്ചു നോക്കുക വെയിറ്റ് കറക്റ്റ് ആണോ എന്ന്. അങ്ങനെ എല്ലാ ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞു. കുഴിമന്തി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നീരവനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് അവനടുത്ത് കൊടുത്തു. ഞങ്ങൾ എന്താണ്ടൊക്കെയോ കഴിച്ചു. അപ്പോൾ അവസാനം ചേട്ടൻ പോകുമ്പോഴേക്ക് ഞാൻ നല്ല ഫുഡുകളൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലേ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ട് കേട്ടോ എനിക്ക്. അടുത്ത പ്രാവശ്യം നേരെയാവും ഞാൻ. പിന്നെ ടാക്സിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 3 മണിയാകുമ്പോഴാണ് വന്നത്. ചേട്ടനെ കൊണ്ടാക്കാൻ ഞങ്ങൾ പോവില്ല കേട്ടോ, കാരണം എനിക്കത് തീരെ പറ്റില്ല. ഇവിടെ നിന്ന് തന്നെ എനിക്ക് ആകെ വിഷമമായിരുന്നു. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടനെ കൂടെ ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ടാക്സി വിളിച്ചിട്ടല്ലേ പോണത്. ഈ ഇരുട്ടത്തൊക്കെ അല്ലേ രാവിലെ ആവും, പക്ഷെ എന്നാലും ചേട്ടനും വലിയ താല്പര്യമില്ല ഞങ്ങളോട് ഇവിടെ ഇരുന്നോളാനാട്ടോ പറഞ്ഞത്.
അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയണം, അതൊക്കെ തന്നെയായിരുന്നു മനസ്സിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.